ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 6:15. ഞാൻ അല്ലെങ്കിൽ 7 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. പക്ഷെ ഇന്നെന്തോ ഉറക്കം വന്നില്ല. അപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. ഇങ്ങനെ അടുത്ത മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. ഉടനെ മഴ പെയ്യും. കറണ്ടിനി എപ്പോൾ പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. കാലിൻ്റെ 2 സൈഡ് ഭയങ്കര വേദനയായിരുന്നു. ഇനി അങ്ങോട്ട് വേദനയൊക്കെ കാണുമായിരിക്കും. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ വയ്യായിരുന്നു, അത്രയ്ക്ക് വേദനയായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ ബേബി ഭയങ്കരമായിട്ട് അനങ്ങി ചവിട്ടി ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മുഴച്ച് വയ്ക്കും, എന്നിട്ട് പോകും. ഇനി അടുത്ത സൈഡ് ഒന്ന് മുഴച്ച് വയ്ക്കും, അങ്ങനെ പോവും. അങ്ങനെ ബേബി ഇന്നലെ ഉല്ലസിക്കുന്ന ഒരു രാത്രിയായിരുന്നു. അങ്ങനെ എനിക്ക് റെസ്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിടക്കാനും പറ്റില്ല. കുറച്ച് വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അനക്കം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം കിടന്നപ്പോൾ തന്നെ ഒരു 4 മണിയായി. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കിടന്നപ്പോൾ സമയമായി. ഞാനിപ്പോൾ എണീറ്റ് ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം വലിയ പണികളൊന്നും കാര്യമായിട്ടില്ല. രാവിലെ എണീക്കും, തേയില എന്തെങ്കിലും കുടിക്കും, ചായ എന്തെങ്കിലും കുടിക്കും, കുറച്ച് നടക്കും, എന്തെങ്കിലും എക്സസൈസ് നടക്കുക തന്നെ ചെയ്യുന്നു, നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് വീട് തൂക്കും, ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ജോലികളും കാര്യങ്ങളൊന്നുമില്ല. റെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു. ഇന്നലെ ഫുള്ളും മിനിഞ്ഞാന്ന് കറണ്ട് പോയിട്ട് ഇന്നലെ ഫുള്ളും ഇല്ലായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയാണ് വന്നത്. ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഓരോ മഴ വരുമ്പോഴേക്കും വിചാരിക്കും കറണ്ട് പോകും. ഇന്നിപ്പോൾ രാവിലെ കട്ടൻ ചായയാണ് കുടിക്കാൻ വേണ്ടി പോണത്. ഇങ്ങനെ അമ്മ കൊണ്ടുവന്ന് തന്നു കട്ടൻ ചായ. പിന്നെ ഇന്നലെ ചെക്കപ്പിന് വേണ്ടി പോയിരുന്നു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തി ഒരുമിച്ചാണ് പോയത്. ഇനി അടുത്ത് ഈ വ്യാഴാഴ്ച നമുക്കിനി അടുത്ത് ലാസ്റ്റ് ഗ്രോത്ത് സ്കാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് സ്കാനിങ് ആണെന്ന് തോന്നുന്നു. അതിന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ വീണ്ടും കണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് വേണ്ടി എഴുതിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇനി വ്യാഴാഴ്ച പോകണം. ഇപ്പം ഇന്നലെ പോയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. വാവയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചത്. ഞാനും അനിയത്തി ഒരുമിച്ചാണ് പോയത്. അല്ലെങ്കിൽ അവിടെ ആകുമ്പോൾ ഞാൻ അങ്ങനെ പോവും, അവളുടെ ചേട്ടൻ്റെ കൂടെ പോവും, അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ട് ഇങ്ങനെ രണ്ട് റെഗുലർ ചെക്കപ്പ് തന്നെ, വേറൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടാകുമ്പോൾ അടുപ്പിച്ച് ചെക്കപ്പിന് പോവേണ്ടി വരും. ഇപ്പം ആദ്യം ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം കൂടുമ്പോഴായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ആയി. ഇനി ചിലപ്പം അങ്ങോട്ട് ഞങ്ങൾ 9th മന്ത് സ്റ്റാർട്ടായി തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് പോവേണ്ടി വരും. 9th മന്ത് സ്റ്റാർട്ടാകുമ്പോൾ സ്ഥിരമൊന്നും ഒരാഴ്ച കൂടുമ്പോൾ പോവേണ്ടി വരുമെന്ന് തോന്നണം. അപ്പോൾ ഈ വ്യാഴാഴ്ച പോയിട്ട് ഇനി അടുത്ത തയ്ക്കാതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സ്കാനിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പോയി ഡേറ്റ് ഇട്ട് വാങ്ങിക്കും. അപ്പോൾ ഡേറ്റ് ഇട്ട് വാങ്ങിക്കുമ്പോൾ ഒരു ഡേറ്റ് തരും. എന്നിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഈ ഡേറ്റാണ് ഇട്ട് തന്നേക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഗവൺമെൻറ് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് സ്കാൻ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഡോക്ടറിന് തന്നെ അവിടെ പറയുന്നത് കേൾക്കാം, ഒരു ദിവസം തന്നെ 50 സ്കാനിങ് ഒക്കെ വരെ വരാറുണ്ട്. 5-ാം മാസം ഉണ്ട്, NT ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ എമർജൻസീൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ അവർ സ്കാൻ ചെയ്യും. അപ്പം നമുക്കിങ്ങനെ ഡേറ്റ് ഇട്ട് തരും. അപ്പം നമ്മളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനത്തെ ഡേറ്റാണ് ഇട്ട് തന്നത്, അപ്പോൾ ഈ സമയത്ത് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തും ചെയ്യും. ഇല്ല ഇത് ലേറ്റായി പോകുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ NT സ്കാനിങ്ങും 5th മന്ത് സ്കാനിങ്ങും മാത്രമാണ് പുറത്തുനിന്ന് ചെയ്തത്. പിന്നെ അല്ലാതെ ബാക്കി എല്ലാ സ്കാനും ഫസ്റ്റത്തെ ഒരു കൺഫേം ചെയ്യുന്ന സ്കാന്, പിന്നെ അതേപോലെ തന്നെ വീണ്ടും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം വീണ്ടും എനിക്കൊരു സ്കാനിങ് അതിൻ്റെ അകത്തുനിന്ന് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7th മന്തിലൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ അകത്തുനിന്നാണ് ചെയ്തത്. നമുക്ക് അകത്ത് 3 സ്കാൻ വരെ ഫ്രീ ആണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് 3 സ്കാൻ വരെ ഫ്രീ ആണ്. 4ാമത്തെ സ്കാൻ തൊട്ട് നമ്മൾ 150 രൂപ അങ്ങനെ എന്തോ അടയ്ക്കണം. 150 രൂപ 200-നകത്ത് അങ്ങനെ അടയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ പോകാൻ പോണ ഈ സ്കാൻ എന്ന് പറയുന്നത് എൻ്റെ 4ാമത്തെ സ്കാനാണ്. അപ്പോൾ ഇതുതൊട്ട് എനിക്ക് പൈസ അടയ്ക്കേണ്ടി വരും. പിന്നെ എൻ്റെ അനിയത്തി ആദ്യമായിട്ടാണ് അതിൻ്റെ അകത്ത്, ആദ്യമല്ല 2ാമത്തെ വട്ടം, ഫസ്റ്റ് ഒരു കൺഫേം ചെയ്യുന്ന സ്കാൻ അവൾ അതിൻ്റെ അകത്തുനിന്നാണ് എടുത്തത്. പിന്നെ ബാക്കി എല്ലാം അവൾ പുറത്തുനിന്നാണ് എടുത്തത്. പിന്നെ ഇത് അവൾ അകത്തുനിന്നാണ് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. നമ്മൾ പോയി ഡേറ്റ് ഇട്ട് വാങ്ങിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചിലപ്പോൾ പൈസ അടയ്ക്കേണ്ടി വരില്ല എന്ന് തോന്നണം. ഇത് അവളുടെ 2ാമത്തെ സ്കാനല്ലേ, അപ്പോൾ പൈസ അടയ്ക്കേണ്ടി വരില്ല.
അപ്പോൾ ഇനി അത് സ്കാനിങ് ഡേറ്റ് ഇട്ടാലും എനിക്കൊന്ന് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു സ്കാനിങ്. കറൻ്റ്ലി ഞാനിപ്പോൾ 33 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇനി 40 ബാക്കി 7 വീക്സ് ഒന്നും എടുക്കില്ല. ഇനിയിപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 37ാമത്തെ ആഴ്ച തൊട്ട് നമ്മളിങ്ങനെ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് കൃത്യം 1 മാസവും കൂടി ഉണ്ട് ഡെലിവറിക്കല്ല 37ാമത്തെ ആഴ്ച ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് കുറച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടും വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി പൊട്ടൊക്കെ കുത്തി ഒരുങ്ങി കെട്ടിയിട്ടുണ്ട്. തലമുടിയൊക്കെ ഒന്നും കൂടി അഴിച്ചൊക്കെ കെട്ടിയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ 7:30 കഴിഞ്ഞ്. ഇപ്പോൾ മുറ്റം തൂക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു മഴയൊക്കെ ഉണ്ട്. മഴയുണ്ട്, അപ്പോൾ കുറച്ച് ചറുക്കലുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് പുറത്തിറങ്ങണ്ടാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് അകത്ത് തൂക്കാം. അവളും കൂടി എണീറ്റിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് തന്നെ വീടിൻ്റെ അകത്ത് എത്തിരി നടക്കാം, അവിടെ ഷെഡിൽ നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും. മഴ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും മടിയാണ്, ഒരു ജോലി അങ്ങോട്ട് നടക്കില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ഞങ്ങളല്ലെങ്കിൽ ഇവിടെ നടക്കാനായിട്ടും വെയിൽ കൊള്ളാനായിട്ടും ഒരു റൗണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മുടെ ഈ സ്ഥലത്തൂടെ തന്നെ നടന്ന് ആ റോഡിൻ്റെ അവിടെ പോയി കറങ്ങി വരുമായിരുന്നു. പക്ഷേ ഇപ്പം മഴ കാരണം ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഭയങ്കര ചറുക്കലാണ്, തെന്നി വീഴും. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിപ്പോൾ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പട്ടിയെ കണ്ടിട്ട് ഭയങ്കര കുരച്ചിലാണ്. ഇന്ന് രാവിലെ കാപ്പിക്ക് അമ്മ ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ താമസമൊക്കെ എണീക്കുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ കാപ്പി ഉണ്ടാക്കാനൊന്നും വേണ്ടി ഞാൻ കയറൂല. ഇപ്പം പാചകം വളരെ കുറവാണ്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കയറും, അല്ലെങ്കിൽ വൈകിട്ട് എനിക്ക് ദോശ ഇടാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറും. അല്ലാതെ ഇപ്പം അടുക്കളയിൽ കയറുന്നത് വളരെ കുറവാണ്. എല്ലായിടത്തും മഴയാണ്. ഇപ്പം സ്കൂൾ ലീവായതുകൊണ്ട് ഉടനെ പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്കും. അപ്പം മഴയാകുമ്പോഴും ഭയങ്കര പാടാണ്. പക്ഷേ അത് നൊസ്റ്റു ഫീലിംഗ് ആണ്. പക്ഷേ നമുക്ക് പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് ഈ മഴ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിൽ ലീവ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. തുണി ഉണക്കാനായിരുന്നാലും അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ജോലിക്ക് പോകുന്നതായാലും എന്തായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വാർത്തയിൽ തന്നെ ഓരോന്നും അവിടെ മണ്ണിടിച്ചിൽ അത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മഴ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ചൂട് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. മഴ ആവശ്യത്തിന് ഭയങ്കരമായിട്ട് മെനങ്ങാന്നൊക്കെ ഇവിടെ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. മരം അവിടെ ഇവിടെ എല്ലാം ഇടിഞ്ഞു വീഴലും അതുമൊക്കെ ആയിരുന്നു. അങ്ങനെ മഴ അധികം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ജൂണിലാണ് ജനിച്ചത്. അപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ വാവ ജൂണാണോ ജൂലൈ ബേബിയാണോ ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് ജൂലൈ 10-നാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും 10 ദിവസം മുമ്പേയൊക്കെ പോവും. അതറിഞ്ഞൂടെ ജൂണാണോ ജൂലൈ ആണോ എന്ന്. എന്തായാലും മഴ ഇന്ന് വാർത്തയിൽ പറയുന്നു ഇനി ചിലപ്പോൾ 4 മാസത്തേക്ക് മഴയായിരിക്കും എന്നൊക്കെ പറയുന്നു. തുണിയൊക്കെ ഉണക്കി എടുക്കുന്ന കാര്യം. അതേപോലെ തന്നെ നമ്മളെ ഡെയിലിയുള്ള ജീവിതം തന്നെ നമുക്കൊരു മടുപ്പായി പോവും. ചുമ്മാ മഴ വന്നാൽ എല്ലാവരും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കും, വെയിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇതാണ്. അമ്മ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ ഇനി അടുത്തെന്താ അമ്മ ബീട്രൂട്ട് അരിഞ്ഞായിരുന്നു. ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന്. പിന്നെ എന്നാൽ മഴയൊക്കെ ആയപ്പോൾ അവിടെ ഇവിടെ മരമൊക്കെ മുറിഞ്ഞതിൽ മുരിങ്ങയില കിട്ടി. അങ്ങനെ മുരിങ്ങയില തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ വന്ന പാവയ്ക്കുണ്ട്. അങ്ങനെ അത് വെച്ച് വിഴുക്കുണ്ടാക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ കാടും പടലും ഒക്കെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഒരു സൈഡിൽ നിന്ന് മുരിങ്ങയില ഇറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടാക്കാം.
അങ്ങനെ ഞാൻ അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും വേവാൻ സമയമൊന്നും എടുക്കൂല മുരിങ്ങയില. അങ്ങനെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കും. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒട്ടും പറ്റൂല. ഇപ്പോൾ കുറേ നേരമൊന്നും നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല. ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ടിൽ തട്ടിക്കുടഞ്ഞാൽ തന്നെയും ക്ഷീണമാണ്. വയ്യ. ഇവിടെ അങ്ങനെ നല്ല മീനൊന്നും കിട്ടാറില്ല. വല്ലപ്പോഴും കിട്ടിയാലും ഭയങ്കര വിലയും, അങ്ങനെ കുറച്ച് മീനൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, അതുപോലെ തന്നെ എനിക്ക് കുറേ ദിവസം കൊണ്ട് ഒരു ക്രേവിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടക്കുളമ്പെന്ന് പറയും. മുട്ടക്കുളമ്പെന്ന് പറഞ്ഞാൽ ഇതൊരു തമിഴ്നാട് ഡിഷാണ്. ഇത് എൻ്റെ അമ്മുമ്മ പറഞ്ഞു തന്നൊരു ഡിഷാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വെച്ച് തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സാധനം. അനിയത്തിയൊന്നും അത്ര പോരാ, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ കഴിക്കണമെന്നിങ്ങനെ ആയിട്ടിരിക്കുന്നത്, ഇന്ന് എന്തായാലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മളിന്ന് മുട്ടക്കുളമ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. മലയാളത്തിൽ മുട്ടക്കറി, പക്ഷേ നമ്മൾ സാധാ മസാലക്കറിയല്ല, അല്ലാതെ ഒരു വെറൈറ്റി ഒരു കറിയാണ് മുട്ടക്കുളമ്പെന്ന് പറയും. അപ്പോൾ അത് വെച്ചാണ് ഇന്ന് ഞാൻ ചോറ് കഴിക്കാൻ പോകണം. മഴ ഉണ്ട്, വേയാണ് കഴിച്ച്. ഇപ്പം വരും. ഈ മുട്ടക്കുളമ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളെ മീനിൻ്റെ അരപ്പ് തന്നെയാണ്. നമ്മൾ മീനിന് ഞങ്ങളിവിടെ സവാളയും തക്കാളിയൊന്നും വഴറ്റില്ല. ഇത് പക്ഷേ എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം മീനിൻ്റെ അതേ അരപ്പ്, മീൻ കഷ്ണത്തിന് പകരം മുട്ട കഴിക്കും. അതാണ് മീൻ കുളമ്പ് ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അഖിലും ശ്രീമോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഹലോ. അപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. അതൊക്കെ ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഇതാ ഇപ്പോൾ വീണ്ടും എണീറ്റ്. പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയമൊക്കെ എൻ്റെ കുഞ്ഞുമണി ഭയങ്കര ഒരു ആക്റ്റീവ് മോഡിലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ തുള്ളി ഇരിക്കുകയാണ്, കുഞ്ഞിപ്പുഴുവിനെ പോലെ. പിന്നെ എന്താ, അടുത്തിന് മഴയുടെ കോളായിട്ടിരിക്കുകയാണ്. ഇനി എന്താ കുളിക്കണം. സാധാരണ നേരത്തെ കുളിക്കും. ഇന്നെന്തോ അങ്ങ് മൂടി ശരിയല്ലാതെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് കിടന്ന് കുളിക്കാൻ വേണ്ടി പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചായ കുടി. തിന്നാ ഉറങ്ങുക ഇത് തന്നെ പരിപാടി. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം, അതാണ് നല്ലത്. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ച്. അപ്പം ശ്യാം ചേട്ടൻ ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പല്ലി മീനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളിന്ന് നൈറ്റ് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മരിച്ചിനിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ മരിച്ചിനിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടി ഈ ഒരു വൈകിട്ട് കഴിഞ്ഞാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിനി അടുത്ത് ഞങ്ങൾ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അമ്മയോട് ചോദിക്കും അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, വല്ല മിസ്സാവുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കും. ഒരു വട്ടം പറഞ്ഞത് തന്നെ ആയിരിക്കും പിറ്റേ ദിവസം പറയുന്നത്. പ്രസവിക്കുന്നവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞാനും അവൾ ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് ആ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത്തിരി ക്ഷീണം കുറവുണ്ട്. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം കുറവ്. പിന്നെ വേറെന്താ വിശേഷം? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ അഖിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിലിനും പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ. അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.